നമസ്കാരം കൂട്ടുകാരെ. 9ാം ക്ലാസ്സിലെ ഗണിതത്തിൻ്റെ 2ാം അധ്യായമായ പുതിയ സംഖ്യകളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 30ാം പേജിലെ 4ാമത്തെ ചോദ്യമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ചോദ്യം മട്ടത്രികോണത്തിൻ്റെ ലംബവശങ്ങളും അതുപോലെ കർണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യമാണ്. നമുക്ക് 2ാം അധ്യായത്തിലെ അവസാനത്തെ ചോദ്യമായ ക്വസ്റ്റ്യൻ 4ലേക്ക് പോയാലോ? ഇതാണ് നമ്മുടെ ചോദ്യം. ലംബവശങ്ങൾ √2 സെന്റിമീറ്റർ, √3 സെന്റിമീറ്റർ ആയ മട്ടത്രികോണത്തിന്റെ കർണത്തിന്റെ നീളം എത്രയാണ്? ലംബവശങ്ങളുടെ തുക കർണത്തേക്കാൾ എത്ര കൂടുതലാണ്? അപ്പോൾ നമുക്ക് ആദ്യം ഒരു മട്ടത്രികോണം വരയ്ക്കാം. ഇതാണ് നമ്മുടെ മട്ടത്രികോണം. ഇതിൽ പാദം √2 സെന്റിമീറ്റർ എന്നും ലംബം √3 സെന്റിമീറ്റർ എന്നും മാർക്ക് ചെയ്യാം. ഓക്കെ, മാർക്ക് ചെയ്ത് ശ്രദ്ധിക്കുമല്ലോ. ഇനി √2 വശമായി വരുന്ന ഒരു സമചതുരം വരച്ചാൽ അതിൻ്റെ പരപ്പളവ് എത്രയായിരിക്കുമെന്ന് കാണാം. അതേപോലെ √3 വശമായി വരുന്ന സമചതുരത്തിൻ്റെ പരപ്പളവ് എത്രയാണെന്ന് കാണാം. അത് രണ്ടും കൂട്ടിയാൽ നമ്മുടെ കർണം വശമായി വരുന്ന സമചതുരത്തിൻ്റെ പരപ്പളവ് കിട്ടും. അതായത് പൈത്തഗോറസ് സിദ്ധാന്തം അനുസരിച്ച് ഇതുപോലെ എഴുതാം. കർണം വശമായി വരുന്ന സമചതുരത്തിൻ്റെ പരപ്പളവ് മറ്റു രണ്ട് വശങ്ങളിലെ സമചതുരങ്ങളുടെ പരപ്പളവിൻ്റെ തുകയ്ക്ക് തുല്യമാണ്. അപ്പോൾ കർണം കാണാൻ വേണ്ടി നമുക്ക് ഇവ കാണാം. അപ്പോൾ നമുക്ക് √2 വശമായി വരുന്ന സമചതുരത്തിൻ്റെ പരപ്പളവ് എഴുതി നോക്കിയാലോ. അതെത്രയാണ്? അത് 2 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. ക്ലിയർ ആണല്ലോ. ഇനി √3 വശമായി വരുന്ന സമചതുരത്തിന്റെ പരപ്പളവ് എന്തായിരിക്കും? 3 ആയിരിക്കും. അപ്പോൾ 3 ചതുരശ്ര സെന്റിമീറ്റർ അല്ലെങ്കിൽ 3 സെന്റിമീറ്റർ സ്ക്വയർ. ഓക്കെ, അത് ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് കർണം വശമായി വരുന്ന സമചതുരത്തിന്റെ പരപ്പളവ് എത്രയാണെന്ന് നോക്കാം. അത് ഇതിന്റെ തുകയായിരിക്കും. ഓക്കെ, കർണം വശമായി വരുന്ന സമചതുരത്തിന്റെ പരപ്പളവ് മറ്റ് രണ്ട് വശങ്ങളുടെ സമചതുരത്തിന്റെ പരപ്പളവായിരിക്കും. അതായത് 2 + 3 5 ചതുരശ്ര സെന്റിമീറ്റർ. ഇതിൽ നിന്നും നമുക്ക് കർണം എന്ത് കിട്ടും? ഇത് കർണം വശമായി വരുന്ന സമചതുരത്തിന്റെ പരപ്പളവാണ്. അപ്പോൾ സമചതുരത്തിന്റെ പരപ്പളവ് എന്ന് പറയുന്നത് വശത്തിന്റെ വർഗമാണ്. അപ്പോൾ നമ്മൾ 5ന്റെ റൂട്ട് എടുത്താൽ മതി. അപ്പോൾ √5 ആയിരിക്കും നമ്മുടെ കർണം. √5 അത് ഒരു എണ്ണൽ സംഖ്യയോ ഭിന്നസംഖ്യയോ അല്ല. അതുകൊണ്ട് നമുക്ക് അത് അങ്ങനെ തന്നെ എഴുതാം. അപ്പോൾ കർണത്തിന്റെ നീളം കിട്ടി. അപ്പോൾ ചോദ്യത്തിൽ മട്ടത്രികോണത്തിന്റെ കർണത്തിന്റെ നീളം എത്രയാണ്? √5 സെന്റിമീറ്റർ. ഇനി എന്താണ് ചോദ്യത്തിന്റെ അടുത്ത ഭാഗം? ലംബവശങ്ങളുടെ തുക കാണണം. ലംബവശങ്ങളുടെ തുക കാണാൻ എളുപ്പമല്ലേ? കാരണം നമുക്ക് ഇവിടെ ലംബവശങ്ങളുടെ നീളം ഉണ്ട്. ലംബവശങ്ങളുടെ നീളം √2ഉം √3ഉം ഉണ്ട്. അത് കൂട്ടിയാൽ പോരെ? അപ്പോൾ ലംബവശങ്ങളുടെ തുക √2 + √3 സെന്റിമീറ്റർ ആയിരിക്കും. ഓക്കെ അല്ലേ? ഇനി നമുക്ക് എന്താണ് ലംബവശങ്ങളുടെ തുക
കർണ്ണത്തേക്കാൾ എത്ര കൂടുതലാണ്? അതെങ്ങനെ കണ്ടുപിടിക്കാം? അപ്പോൾ ലംബവശങ്ങളുടെ തുകയിൽ നിന്നും കർണ്ണത്തിൻ്റെ വില കുറച്ചാൽ മതി. അപ്പോൾ ആ വ്യത്യാസം എന്തായിരിക്കും? √2 + √3, അതിൽ നിന്നും √5 കുറയ്ക്കുക. അപ്പം നമുക്ക് എന്ത് കിട്ടും? ഇതാ, √2 + √3 മൈനസ് √5 സെൻറ്റിമീറ്റർ. അപ്പോൾ ലംബവശങ്ങളുടെ തുക കർണ്ണത്തേക്കാൾ √2 + √3 മൈനസ് √5 സെൻറ്റിമീറ്റർ കൂടുതലായിരിക്കും. ഇതിനെ ഇനി നമുക്ക് ദശാംശ രൂപത്തിലാക്കണ്ട, കാരണം നമുക്ക് √5ൻ്റെ വില അറിയില്ല. ഓക്കെ, നമ്മൾ √5ൻ്റെ ദശാംശ രൂപം കൂടി കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്ക് ദശാംശത്തിലേക്ക് എഴുതാം. അപ്പം നമുക്ക് എന്താണ് ഉത്തരം? ഇങ്ങനെ എഴുതിയാൽ മതി. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ എന്താണ് പുതിയ സംഖ്യാ വിഭാഗമായ അഭിന്നക സംഖ്യകളുടെ തുക കാണുന്നതും അതുപോലെ തന്നെ വ്യത്യാസം കാണുന്നതും നമ്മൾ മനസ്സിലാക്കി. ഓക്കെ, അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം എല്ലാവർക്കും ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി നമ്മൾ അടുത്ത വീഡിയോയിൽ രണ്ടാമത്തെ അധ്യായത്തിൽ നമ്മൾ ഇതുവരെ പഠിച്ച കാര്യങ്ങളെല്ലാം തന്നെ ഒന്ന് എന്തു ചെയ്യും? സമ്മറൈസ് ചെയ്യും. ഓക്കെ, അതായത് അധ്യായം 2-ൽ എന്തൊക്കെ നമ്മൾ പഠിച്ചു എന്നുള്ളത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകും. ഓക്കെ, അതാണ് നമ്മുടെ പാഠഭാഗത്തിൻ്റെ അവസാനത്തെ വീഡിയോ. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പരീക്ഷയ്ക്ക് വരാവുന്ന കുറച്ച് ക്വസ്റ്റ്യൻ ബാങ്ക് ആയിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ കൂട്ടുകാരെ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഡൗട്ടുകൾ വല്ലതും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ഇതിലേക്ക് അറിയിക്കുക. ഓക്കെ, അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നന്ദി. താങ്ക് യു.